ഹലോ ഗൈസ്, വളരെ പ്രതീക്ഷയോടെ നമ്മൾ യഷിന്റെ ഫാൻ ആയതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ്. മോസ്റ്റ് അവൈറ്റഡ് മൂവി ഇൻ ദിസ് ഇയർ, ടോക്സിക്, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്, ഡയറക്ടഡ് ബൈ ഗീതു മോഹൻദാസ്. ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസ് പറയുന്നത് KVM പ്രൊഡക്ഷൻസും മോൺസ്റ്റർ മൈൻഡ്സും ആണ്. ഇതിൽ യഷിനെ കൂടാതെ കിയാജ അദ്വാനി, നയൻതാര, ഹുമ ഖുറേഷി, പിന്നെ കുറച്ച് പിന്നെ നടിമാരുണ്ട്. പിന്നെ നമ്മളെ സുദീപ് നായർ. അത് പ്രത്യേക വേഷിന്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ്, പ്രത്യേകിച്ച് റോളൊന്നും അതിനകത്തില്ല. പ്രത്യേക മസിൽ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ്. അതെന്തിനാണ് അഭിനയിക്കാൻ പോയെന്ന് എനിക്കറിയില്ല. അപ്പം പിന്നെ ഇതിന്റെ ഈ കൊള്ളാവുന്ന പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ മ്യൂസിക്, BGM. ഇതിന്റെ മ്യൂസിക് രവി ബസൂലാണ്. പിന്നെ ഇതിന്റെ ഫോട്ടോഗ്രാഫി DOP വന്നിട്ട് രാജീവ് രവി. ഈ പടം എന്ന് പറഞ്ഞാൽ യഷിന്റെ മാസ് കാണിക്കുന്നതാണ് കൂടുതലും. പടത്തിന് കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പടത്തിന്റെ മൊത്തം നമുക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. കുറെ ഫാന്റസിയും അവസാനമൊക്കെ ഫാന്റസി ഒക്കെ കുത്തി നിറച്ചിട്ടുണ്ട്. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതില് തെളിവാ, മലയാളത്തിൽ നല്ല തെളിവാക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതും ഫാമിലി ആയിട്ട് കാണുന്നവർക്ക് ബുദ്ധിമുട്ടാകും. 80+ ആണ് പടം. പിന്നെ വെട്ടുകുത്ത് എല്ലാം ഉള്ളതാണല്ലോ. യഷ് കഴിഞ്ഞു. എന്റെ ഇൻട്രഡക്ഷൻ തന്നെ ഒരു ക്ലബില് വന്നിട്ട് വെടിവെപ്പും ബോംബേറും അവിടെ ഗ്യാങ് വാറാണ്. അപ്പം അതെല്ലാം പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ ഫൈറ്റ് എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അവിടെ. യഷിന്റെ പെർഫോമൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ യഷ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. യഷിന്റെ പാട്ട് നോക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് മോശം, ഡയറക്ഷൻ മോശം. അപ്പോൾ തന്നെ പടം അതിന്റെ ലെവലേ മാറി. പക്ഷെ എനിക്ക് ഈ പറയുന്ന അടിയിടി വെടി പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ കണക്ട് ആയിട്ടുണ്ട്. എനിക്ക് അധികം ബോറടിച്ചില്ല. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ എന്ത് പറയാൻ, ഇതില് 500 കോടിയാണ് ഇതിന്റെ ഈ ബഡ്ജറ്റ് കണക്കാക്കുന്നത്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. അത് ഒരു 1000 crore കിട്ടിയാൽ മാത്രമേ പടം ജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം അത് എത്രത്തോളം നേടും എന്നുള്ളത് ഇനി കണ്ടറിയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. മോസ്റ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. മിക്സഡ് റെസ്പോൺസ് ആണ് ഉണ്ടാവാനുള്ള സാധ്യത. നിങ്ങൾക്ക് ഒന്ന് കാണാൻ ആഗ്രഹമുള്ളവര് പോയി കാണുക. പ്രത്യേകിച്ച് ഈ പടത്തിന് എന്റേതായ അഭിപ്രായം പറയുന്നില്ല.